അഡ്വക്കേറ്റ് സലീം ചോലമുഖത്തു കൂടിയുണ്ട് അബുദാബിയിൽ നിന്ന്. വളരെ വേഗത്തിൽ അടുത്ത അവസാനത്തെ ഈ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ അബുദാബിയിലാണ് അവസാനിക്കുന്നത്. അതിൻ്റെ സംഘാടന ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ എവിടം വരെയായി സലീം? തീർച്ചയായിട്ടും അബുദാബിയിലെ പൊതു മലയാളി സമൂഹം വളരെ ആവേശത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. 2018 ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അബുദാബി സന്ദർശിച്ചത്. പക്ഷെ അന്ന് വളരെ പരിമിതമായ സ്ഥലപരിമിതിയുള്ള ഒരു സ്ഥലത്തായിരുന്നു പരിപാടി. ഇപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ അബുദാബിയിലെ മലയാളി പ്രവാസികളുടെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു ഗംഭീരമായ പരിപാടി കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു ജനനേതാവിന് നൽകുന്ന ഒരു പരിപാടി ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നവംബർ 9 അബുദാബി സിറ്റി ഗോൾഫ് ക്ലബിലാണ് ഇവിടെ വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. ആ പരിപാടിയിലേക്ക് വരാൻ വേണ്ടി അബുദാബി എമിറേറ്റിലെ എല്ലാ പ്രദേശത്തു നിന്നുള്ള മലയാളികളുടെ വലിയ ആവേശവും അന്വേഷണവും ഒക്കെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയുടെ സന്ദർശനം അബുദാബി മലയാളികളെ സംബന്ധിച്ച് ഇവിടെ കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാ സംഘടന, പ്രത്യേകിച്ചും ഇവിടുത്തെ അബുദാബി സർക്കാരിന്റെ അംഗീകൃത സംഘടനകളായിട്ടുള്ള എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ചാണ് മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ. അതുപോലെ തന്നെ അലൈനിലെ സംഘടനകളൊക്കെ ഒരുമിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ അബുദാബിയിലെയും അലൈനിലെയും മലയാളികൾ ആകെ വലിയ ആവേശത്തിലും പ്രതീക്ഷയിലുമാണ്. ശരി, ഏതായാലും ഗംഭീരമാവട്ടെ. ഒരു കാര്യം, 9 ആണ് ആ പരിപാടി. 8 ഞങ്ങൾ കൈരളിയുടെ പരിപാടിയിലേക്ക് കൂടി നിങ്ങൾ മലയാളികളെ എല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കൈരളിയുടെ 25 വർഷങ്ങൾ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. മലയാളത്തിൻ്റെ മഹാനടൻ, മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ ചെയർമാൻ ശ്രീ മമ്മൂട്ടി ആ പരിപാടിയിലുണ്ട്. ജോൺ ബ്രിട്ടാസ് MP ഉണ്ട്. മലയാളത്തിൻ്റെ സിനിമാ സാഹിത്യ ലോകത്തെ ഒട്ടേറെ പ്രമുഖർ, വ്യക്തിത്വങ്ങൾ ആ പരിപാടിയിലുണ്ട്. അബുദാബിയിലെ ആ വലിയ മലയാളി സമൂഹത്തിന് അവിസ്മരണീയമായ ഒരു പരിപാടിയായി ഞങ്ങളും ഒരുക്കുകയാണ്. സലീം, എല്ലാവരെയും ഞങ്ങളും സ്വാഗതം ചെയ്യുകയാണ്. അത് 8 കേട്ടോ. തീർച്ചയായിട്ടും ആ പരിപാടിയിൽ ഞങ്ങൾ അബുദാബിക്കാരുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. താങ്ക് യു.